ബാക്ക് ടു സ്കൂൾ പാർട്ട് 1. അപ്പം എല്ലാവരും ബുക്കും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ? സ്കൂളിലോട്ട് പോകണ്ടേ നാളെ. ഞാനാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇത് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു പാർട്ടിൽ നമ്മൾ ബുക്കൊക്കെ കവർ ചെയ്യുന്നതാണ്. പിന്നെ ഈ കാണുന്ന കോളേജ് നോട്ട് നമുക്ക് പൊതിയാനില്ല. നമുക്ക് ഈ കാണുന്ന ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്സും ആണ് കേട്ടോ. കുറച്ചും കൂടെ നോട്ട് ബുക്സ് ഉണ്ട്. ഇത് മൊത്തം ലൈനില്ലാത്ത നോട്ട്സാണ്. സോ ഞാൻ ലൈന് ഇല്ലാത്ത നോട്ട്സാണ് ഫസ്റ്റ് പൊതിയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതേപോലെ വലിയ റോളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തു നോക്കൂ. അത് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. നോട്ട്ബുക്കൊക്കെ പൊതിയുന്ന സമയത്ത് ഈ കാണുന്ന പോലെ കട്ട് ചെയ്തിട്ട് അത് നേരെ ഹാഫാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സംഭവം സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യാറുള്ളത് ഇതേപോലെ നമുക്ക് വേണ്ട എത്ര ബുക്കാണോ അത് ആ അളവിൽ അത്രയും നമ്മൾ മടക്കിയെടുക്കാമെന്ന് ആദ്യം ഞാൻ ചെയ്യാറ്. പിന്നെ അത് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ പൊതിയാറുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ടെക്സ്റ്റിനും നോട്ടിനും ഉള്ളത് ഈ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇങ്ങനെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എനിക്കിതെന്തായാലും ഭയങ്കര ഈസി ആയിട്ടും യൂസ്ഫുൾ ആയിട്ടും തോന്നിയിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഓരോന്ന് കട്ട് ചെയ്തിട്ടായിരുന്നു ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ ഇങ്ങനെ എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് അവസാനം നമ്മൾ കവർ ചെയ്ത് കൊടുക്കുകയാണ്. ടെക്സ്റ്റിൻ്റെ ഞാൻ ഈ കാണുന്ന പോലെ അളവെടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ഞാൻ ഇതേപോലെ ചെരിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് അവസാനം ഞാൻ എല്ലാം കൂടെ ഫോൾഡ് ചെയ്തിട്ടാണ് മൊത്തത്തിൽ കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെയല്ലേ ഫ്രണ്ട്സ്, ഞാനുണ്ടല്ലോ ഇതിൽ കാണുന്ന പോലെ പൊതിഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കത്രിക യൂസ് ചെയ്യാതെ പൊതിയുന്ന വീഡിയോ. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ സാധാ കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്തായാലും ഞാൻ ഇത് മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് പൊതിയുമ്പോൾ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഞങ്ങളിവിടെ സ്കൂൾ തുറക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല, നല്ല മഴയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ ലൈറ്റിംഗ് ചേഞ്ച് നല്ല രീതിക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ വൈകിട്ടാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കഴിയാൻ രാത്രിയായിരുന്നു മാത്രം. വൈകിട്ടുള്ള ആ ഒരു വെളിച്ചവും പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്തുള്ള വെളിച്ചവും പിന്നെ രാത്രിത്തെ വെളിച്ചമല്ല, രാത്രിത്തെ ലൈറ്റിൻ്റെ വെളിച്ചമാണ് ഇതിൽ കാണുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഫോൾഡിങ്, ഇത് ടൈം ലാപ്സിലിട്ടിട്ടാണ് ഇങ്ങനെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സ്പീഡിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഭയങ്കര സ്ലോ ആയിരുന്നു. ഞാൻ കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്തത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതേപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഒക്കെ നല്ല രീതിക്ക് ഷെയ്ക്കാവുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പം അതൊന്നും നോക്കണ്ട, നമുക്ക് പെട്ടെന്ന് പണി കഴിക്കാം. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ ടൈം ലാപ്സിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിരുന്നെങ്കിലെന്ന്? ലൈഫല്ല, ഇതേപോലെ നമ്മൾ ചെയ്യുന്ന ടാസ്ക് പിടിച്ച പരിപാടികളൊക്കെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളീ കാണുന്നില്ലേ, നോക്കിയേ, നമ്മൾ രണ്ട് ബുക്കും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഫസ്റ്റ് കാണിച്ചതാണ് നമ്മൾ കട്ട് ചെയ്യാതെ യൂസ് ചെയ്തത്, സെക്കൻഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെയല്ലേ ഫ്രണ്ട്സ്, എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം ലാപ്സ് പോലെ ഓടുന്നൊരു സമയം എന്ന് പറയുന്നത് ഈ സ്കൂളിലൊക്കെ പോകുന്നൊരു സമയമുണ്ടല്ലോ. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ നമ്മളാണെങ്കിൽ നെട്ടോട്ട് ഓടുമായിരിക്കും ആ ഒരു സമയത്ത്. ബുക്ക് എടുക്കുന്നു, ബാഗ് എടുക്കുന്നു, അവിടുന്ന് ഉമ്മ നമ്മുടെ വയ്യാലെ ഓടുന്നു, അങ്ങനെ. അതെനിക്ക് എപ്പോഴും റിലേറ്റ് ആവുന്നൊരു കാര്യമാണ്. ഈ ഒരു ടൈം ലാപ്സ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരും കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകളുണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട. അപ്പം നമ്മൾ എല്ലാ ബുക്കും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കണം. ഞാൻ സ്റ്റാപ്ലർ ചെയ്യുന്ന സൗണ്ടൊക്കെ ഇതിലിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഒന്നും കാണാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ആ ഒരു സൗണ്ട് നമ്മുടെ ASMR ഒക്കെ പോലെ സെറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് സ്പീഡാക്കിയപ്പോൾ സൗണ്ട് പോയതാണ് തോന്നുന്നു കേട്ടോ.
എന്തായാലും നമ്മുടെ സ്കൂൾ പ്രിപ്പറേഷൻ, ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നല്ലേ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ഓറഞ്ച് കളർ ബുക്ക് കവർ ഇഷ്ടമാണോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഓറഞ്ച് ഇഷ്ടമാണ്. ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഒരു ഓഫ് വൈറ്റ് ടച്ച് ഉള്ളൊരു സംഭവമില്ലേ, അതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളത്. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു നെയിം സ്ലിപ്പ് അനിയത്തിയുടേതാണ്. ഞാൻ ഇപ്രാവശ്യം നെയിം സ്ലിപ്പൊന്നും ഒട്ടിക്കുന്നില്ല. അവളുടെ ഫോട്ടോ വെച്ചിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്ന നെയിം സ്ലിപ്പാണ് ഇത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി കാണാം കേട്ടോ. നെയിം സ്ലിപ്പിൽ തന്നെ ഓൾറെഡി പേരുണ്ട്. ക്ലാസ്സും ഡിവിഷനൊക്കെ എഴുതി കൊടുത്താൽ മതി. നിങ്ങൾക്കുണ്ടോ ഇതുപോലെ കുഞ്ഞനിയത്തിമാർ? അവരുടെ ബുക്കൊക്കെ നിങ്ങളാണോ പൊതിഞ്ഞു കൊടുക്കാറ്? എൻ്റെ തലയിൽ ഇത് കുറേ നാളായിട്ട് ആയതാണ്. ഞാൻ തന്നെയാണ് അവളുടെ ബുക്കൊക്കെ എപ്പോഴും പൊതിഞ്ഞു കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്തു വന്നപ്പോഴേക്കും നടു ഒടിഞ്ഞു. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ബായ്.